ഹായ്, ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് കുമരകത്തിനടുത്തുള്ള മലരിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടുത്തെ കാഴ്ചകൾ എൻ്റെ കയ്യിലിരിക്കുന്ന താമരയല്ല, ആമ്പലല്ലേ, ഈ ആമ്പൽ പൂക്കൾ തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത്. ഏക്കർ കണക്കിന് നിറഞ്ഞ ആമ്പൽ ചെടികളുടെ ഒരു കൂമ്പാരം തന്നെ ഇവിടെ ഉണ്ട്. പക്ഷെ അത് അവിടേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, അവിടേക്ക് എത്തിയിട്ടില്ല. ഏതായാലും ആ ഒരു സുന്ദരമായ കാഴ്ചകൾ ഞങ്ങളുടെ ചാനലിലൂടെ എത്തിക്കുന്നതാണ്. എല്ലാവരും ആ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും പോയിട്ട് വരുന്ന വഴിയാണ്, ആമ്പൽ പാടങ്ങളൊക്കെ കണ്ടിട്ട് പോയിട്ട് വരുന്ന വഴിയാണ്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഈ ചേട്ടനോട് തന്നെ ചോദിച്ചറിയാം. അങ്ങനെ ഞങ്ങൾ ആമ്പലിൻ്റെ അരികത്ത് ഏകദേശം എത്താറായിട്ടുണ്ട്. അതിഭംഗിയായ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ സമ്മാനിച്ചിരിക്കുന്നത്. ഏക്കർ കണക്കിന് പാടത്തിൽ മുഴുവനും ആമ്പൽ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. വാവ്, എന്താ കാഴ്ചയല്ലേ! ഫോട്ടോ എടുക്കാല്ലേ? അതെ അതെ അതെ. പിടിച്ചോ, അവളെ പിടിച്ചോ. ഇത് വെള്ളം വീഴ്ത്തരുത്, തേജ്. അവളെ പിടി, അവള് കൂമി. ഓട്ടത്തിൽ വലിച്ചാ പോകും, താഴത്തേക്ക് പോകും. അതെ അതെ അതെ. രാവിലെ ഇതിനകത്ത് മൊത്തം ബോട്ടായിരുന്നു. ഒരു 10-200 ബോട്ടോളം ഇതിനകത്തായിരുന്നു. 200? ഇത് വൈറ്റ് വിരിയുന്ന പൂവാണ്, നിലാവ് കാണാൻ വിരിക്കുന്ന പൂവാണ്. ഇതിപ്പോ അടഞ്ഞുകൊണ്ടിരിക്കും. മുഴുവനുള്ള വിരിവ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഹായ്, ഞങ്ങൾ കുമരകത്തിനടുത്തുള്ള മലരിക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ അതിഗംഭീരമായ ഒരു കാഴ്ചയാണ്. ഒരു പാടം, ഏക്കർ കണക്കിന് പാടങ്ങൾ നിറയെ ആമ്പൽ പാടങ്ങളാണ്. നല്ല റോസ് കളറിലെ ആമ്പലുകൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയാണ്. നിങ്ങൾ അത്രത്തോളം നിറഞ്ഞ വേറെ സൈസ് കളറാണ്. ഈ പൂവെ ശ്രദ്ധിച്ചോ, റെഡ് തന്നെ 2-3 കളറുണ്ട് കേട്ടോ. ഇവിടുത്തെ നമ്മുടെ ബോട്ടിൽ വന്ന ചേട്ടൻ, ഞങ്ങളെ കൊണ്ടുവന്ന ചേട്ടൻ, ഇവിടുത്തെ ആ ഒരു ടൈമും കാര്യങ്ങളും പിന്നെ ആ ഒരു ദൃശ്യഭംഗിയൊക്കെ ചേട്ടന് കൃത്യ ടൈമൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ചേട്ടൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കണ്ടോ, അങ്ങനെ പൂവ് നോക്കുന്നത് കണ്ടോ, പൂവിന് കളർ വ്യത്യാസം കണ്ടോ. ഈ 2 പൂവും 2 കളറാണ്. ഇതൊരു ശാലം ഡാർക്കും അത് ശാലം ലൈറ്റുമാണ്. അങ്ങനെയാണ് പൂ കിടക്കുന്നത്. അതുപോലെ തന്നെ അത് കണ്ടോ, ഒരുമാതിരി പിങ്ക് കൂടിയ കളറാണ് ആ വൈറ്റ്. ഇത് നോക്കിയേ, കണ്ടോ. കണ്ടോ, ഇങ്ങനെ ഓരോ പൂവിനും വ്യത്യാസമുണ്ട്. ആ പൂവ് നിങ്ങൾ കറക്റ്റായിട്ട് കണ്ട് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഓടെ വന്ന് നോക്കിപ്പോയാൽ പൂവിൻ്റെ ആ ഭംഗി എന്നാന്ന് മനസ്സിലാകത്തില്ല. വന്ന് 2 പൂ പറിച്ച് അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇതോണം വരെയാണ്. ഇത് 1850 ഏക്കറാണ്. ഇത് പ്രൈവറ്റാണ്. ഇത് ഈ സ്ഥലത്തിൻ്റെ പേര് 9000 എന്ന് പറയും. 9000 ഏക്കർ. 9000 എന്നാണ് ഈ പാടത്തിൻ്റെ പേര്. ഇതിനകത്ത് ഏക്കർ കണക്കുന്ന 1850 ഏക്കറോളം ഉണ്ട്. ഇതിനകത്ത് 30 സെൻറ്റ് മുതൽ 25 സെൻറ്റ് വരെ കൃഷിക്കാരുണ്ട്. നെൽകൃഷി ചെയ്യുന്ന പാടമാണ്. ഇത് ഇടവേളക്ക് വേണ്ടി ചെയ്യണത്. കൃഷി കഴിയുമ്പോൾ വർഷത്തിൽ ഒരു കൃഷിയുള്ളൂ. കൃഷി കഴിയുമ്പോൾ വെള്ളം കയറുമ്പോൾ ഇത് തന്നെ ഉണ്ടാകുന്ന. അല്ലാതെ ഇതാരും ഒന്നും ചെയ്യുന്നത്. ഇത് കൃഷിക്ക് അനുയോജ്യമായ സാധനം അല്ല ഇത്. ഇത് നമ്മൾ കൃഷിയുടെ സമയമാകുമ്പം ഇത് മൊത്തം മരുന്നടിച്ച് കളഞ്ഞ് വണ്ടി ഇറക്കി ഉഴുത് ചെളിയാക്കിയതിന് ശേഷമാണ് ഇത് വിതയ്ക്കുന്നത്. പിന്നെ ഇതിൻ്റെ അരി കിടപ്പുണ്ട്, കാ കിടപ്പുണ്ട്, അതെല്ലാം കിടന്നാണ് പിന്നീട് ഇതുണ്ടാകുന്നത്.
400 ചില്ലാണ് രൂപയോളം അടുത്തുള്ള കൃഷിക്കാരുണ്ട് ഇതിനകത്ത്. ഇതിനകത്ത് പറഞ്ഞാൽ 25 സെൻറ്റുകാർ വരെ കൃഷിക്കാർ ഇതിനകത്തുണ്ട്. അവരുടെ കൃഷിയാണ് ഈ കാണുന്നത്. ഇതിനകത്ത് 10 മോട്ടറോളം ഇരിപ്പുണ്ട്. ഈ മോട്ടറാണ് വെള്ളത്തിലൂടെ ഇടുന്നത്. ആ കാണുന്നുണ്ടോ അത് തൈത്തലയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഒരു ആറാണ്. അക്കരെ ആലപ്പുഴ, ഇക്കരെ കോട്ടയം. ഇത് കോട്ടയം ജില്ലയുടെ ലാസ്റ്റ് ബൗണ്ടറിയാണ് ഈ കാണുന്നത്. ഇത് തുടങ്ങുന്നത് രാത്രിയിലാണ് ഈ പൂരിയുന്നത്. രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അവിടെ നിന്ന് വെള്ളം അടിച്ച് കഴിയുമ്പോൾ വിട്ട് കഴിയുമ്പോൾ വള്ളത്തിൽ 5 പേര് കൂടുതൽ ആരെ കയറ്റത്തില്ല. പിന്നെ ജാക്കറ്റ് വേണം നിർബന്ധം. വള്ളത്തിനെല്ലാം അളന്നിട്ട് വള്ളത്തിന് കനാലിൻ്റെ വ്യവസ്ഥയിൽ നമ്പർ ഇട്ടിട്ടുണ്ട്. നമ്മൾ ടാക്സിയൊക്കെ നമ്പർ ഇടത്തില്ല എന്ന് പറഞ്ഞ നമ്പറൊക്കെ ഉണ്ട്. ഇതെല്ലാം നിയമങ്ങൾ പാലിച്ചാണ് പോകാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ ആ വണ്ടി കിടക്കുന്നതിൻ്റെ റോഡ് സൈഡിൽ ഇറങ്ങുന്നതിന് ഒരാൾക്ക് 100 രൂപയാണ് വള്ളത്തെ പോകുന്നതിന്. പിള്ളേർക്ക് പൈസ മേടിക്കത്തില്ല. വലിയവർക്കാണെങ്കിലും 100 രൂപ വെച്ച് ഒരാൾക്ക് ഒരു 30 മിനിറ്റ്. ഈ കായലേറികളിൽ വരുമ്പോൾ തന്നെ 1 മണിക്കൂർ യാത്രയാണ് പോയി വരുമ്പോൾ. അതിന് 1000 രൂപയാണ് ഇവിടുത്തെ പഞ്ചായത്ത് വെച്ചിരിക്കുന്ന റേറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടെ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൽ കൂടുതൽ വാങ്ങിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവനവൻ്റെ ഇഷ്ടം പോലെ കൊടുക്കുന്നത് വാങ്ങിക്കാം. അല്ലാതെ ഒരു മനുഷ്യരോട് കണക്ക് പറയാൻ പറ്റത്തില്ല. അവരെ കൊണ്ടുപോകുന്ന ഗസ്റ്റിന് നമ്മൾ മാന്യമായ രീതി അവിടെ കൊണ്ടാക്കി കാണിച്ച് മാന്യമായ രീതിയിൽ അവിടെ കൊണ്ടിറക്കുക എന്നുള്ളതാണ്. അതിനകത്ത് ചിലപ്പം വാക്കിറക്കങ്ങൾ ഉണ്ടായാൽ പോലും ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. അവരുടെ ഇഷ്ടത്തിന് എൻജോയ് ചെയ്യാൻ വരുമ്പോൾ അതനുസരിച്ച് നമ്മൾ കൈകാര്യം ചെയ്ത് കൊടുക്കണം. അതാണ് ഇവിടുത്തെ നിയമങ്ങൾ. ഏതായാലും നല്ലൊരു ദൃശ്യഭംഗി തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇത് കാണണമെന്നുണ്ട് രാവിലെ തരണം. രാവിലെ ഒരു 9-10 മണിയാകുമ്പോൾ ഇത് കൂമ്പാൻ തുടങ്ങും. ഈ പൂ തന്നെയാണ് തന്നെ പിന്നെ വിരിയുന്നത്. നോക്കി ഇതിനകത്ത് നോക്കിയാൽ മുട്ടുണ്ടോ നോക്കിയ അപൂർവമായിട്ടല്ലേ മുട്ട വയ്ക്കുന്നത്. അല്ല, അത് മുട്ടാണ്. അതിന് ഒരു 2 ആഴ്ച കഴിയാതെ വിരിയത്തില്ല. ഈ പൂ ഇപ്പം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മാസത്തിന് മേളിലാണ് ഈ പൂ തന്നെ ഇപ്പോൾ വിരിഞ്ഞുകൊണ്ട് തന്നെ പിന്നെ വിരിയടയും ചെയ്യുന്നത്. ഇപ്പം വരുന്നവരോട് പൂ പറിക്കരുതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രകൃതി ആസ്വദിക്കണമെങ്കിൽ വരുന്ന ഗസ്റ്റ് ഒരാളൊരു 10-30 ഉപയോഗിച്ച് പറിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഇതില്ല. പിന്നെ മാക്സിമം പറിക്കരുതെന്ന് പറയാൻ പറ്റും. വരുന്നത് കൊണ്ട് 1-2 പൂ പറിക്കാൻ പറയും. അത് ന്യായമായിട്ട് അത് പറിക്കുന്നവരുണ്ട്. ചിലർ വന്നു കഴിഞ്ഞാൽ വെള്ളം മുഴുവൻ കണ്ണി നോക്കി പറിച്ച് കയറ്റുന്നവരുമുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ആ ഒരു ഉപജീവന മാർഗ്ഗം ആയതുകൊണ്ട് അതിൻ്റേതായ രീതിയിൽ വരുന്നവരോടും പറഞ്ഞ് മനസ്സിലാക്കി അവർ നമ്മളോട് സഹകരിക്കുന്നു. ഞങ്ങൾ അവരോട് സഹകരിച്ച് മുന്നോട്ട് ഇത് കൊണ്ടുപോകുന്നു. ഇവിടെ കിടക്കുന്ന ആളുകൾക്കും തന്നെ വർഷത്തിലൊരു കൃഷിയുള്ളൂ. അതുകൊണ്ട് ഉപജീവന മാർഗ്ഗം ദൈവം സഹായിച്ച് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് അതേ ഉൾക്കൊണ്ട് എല്ലാവരും ജീവിക്കുന്നു. അതെ.